ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് ഇന്ന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, കംപ്ലീറ്റ് കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നോക്കിക്കോ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ അറിയാലോ. എന്താ ഡിപ്രീസിയേഷൻ എന്നുള്ള അല്ലെ, നമ്മൾ അസറ്റിന്റെ വാല്യൂ അല്ലെ, ലോങ് ടേം യൂസ് ചെയ്യുന്ന അസറ്റിന്റെ വാല്യൂ ആ യൂസറിനനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് ടൈം പോകുന്നതിനനുസരിച്ച് എന്താണ് അതിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവ്, അതാണ് ഇതിന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഡിപ്രീസിയേഷൻ. അതിന്റെ കൂടെ ഡിപ്രീസിയേഷൻ കാണാനുള്ള നമുക്കൊരു ഇക്വേഷൻ അല്ലേ, കോസ്റ്റ് ഓഫ് ദ അസറ്റിൽ നിന്നും നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുന്നതാണ് ഇതിന് ഡിപ്രീസിയേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ദ അസറ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു അസറ്റ് വാങ്ങുമ്പോഴുള്ള കോസ്റ്റ് ആണ്. എന്ത് കോസ്റ്റ്? ഇൻക്ലൂഡിങ് എക്സ്പെൻസ് അല്ലെ, അതിന് എന്തെങ്കിലും എക്സ്പെൻസുകൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ, അതായത് ഇപ്പൊ എന്തെങ്കിലും മെഷീനറി വാങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രാവൽ എക്സ്പെൻസോ അങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലെ, അത് ഉൾപ്പെടെയുള്ളതാണ് എന്തെന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ, ഒരു വസ്തു അല്ലെങ്കിൽ എന്താണ് ഒരു അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ അതിന് എത്ര രൂപ കിട്ടുന്നു, അതാണ് എന്തെന്ന് സാൽവേജ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ സാൽവേജ് വാല്യൂവും കൂടെ നമ്മൾ എന്താ കമ്പയർ ചെയ്യും അല്ലെ, അതെന്താണ് കോസ്റ്റ് ഓഫ് ദ അസറ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ കുറയുന്നതാണ് ഇത് ഡിപ്രീസിയേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഡിപ്രീസിയേഷന്റെ ഫീച്ചേഴ്സ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ് ദ ബുക്ക് വാല്യൂ അല്ലെ, എന്താണ് ഡിക്ലൈൻ ദ ബുക്ക് വാല്യൂവിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. എന്താണ് ലോസ് ഓഫ് ദ വാല്യൂ അല്ലെ, അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന നഷ്ടമാണ്. പിന്നെയോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെയോ ഇതൊരു എക്സ്പയർഡ് കോസ്റ്റ് ആണ്. നമുക്ക് ഈ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് പ്രോഫിറ്റിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഇറ്റ്സ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഇതെന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോകുകയല്ല അല്ലെ, നമ്മളൊരു വാല്യൂ കുറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്താ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. സോ ഇറ്റ്സ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഇത് ഫീച്ചേഴ്സും മക്കള് 5 എണ്ണവും പഠിച്ചു വെച്ചിരിക്കേണ്ടതുണ്ട്. പിന്നെ ഡിപ്രീസിയേഷന്റെ കോഴ്സുകൾ, എന്തെല്ലാം കാരണം കൊണ്ടാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുക? ഒന്നെന്താണ് യൂസേജ് ആൻഡ് പാസേജ് ഓഫ് ടൈം അല്ലെ, നമ്മളെന്താണ് സമയം പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച്. പിന്നെയോ ലീഗൽ റൈറ്റ്, നമ്മുടെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള കോപ്പി റൈറ്റ്, പാറ്റന്റ്, അതിൻ്റെയൊക്കെ എന്താണ് ടൈം എക്സ്പയർ ആവുന്നതിനനുസരിച്ചാണ് അതിന്റെ ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരിക. പിന്നെ ഒബ്സലൻസസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവുക അല്ലെ, പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നതിനനുസരിച്ച് ഔട്ട്ഡേറ്റഡ് ആവുക. പിന്നെയോ അബ്നോർമൽ ഫാക്ടേഴ്സ്, നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന എന്തെങ്കിലും ഫയറോ ആക്സിഡന്റോ ഒക്കെ കൊണ്ട് എന്ത് സംഭവിക്കുക, നമ്മുടെ അസറ്റിന്റെ വാല്യൂ കുറയാം. അപ്പോൾ ഈ 4 കാരണങ്ങളിലൂടെയാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. ഇതും മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഡിപ്രീസിയേഷന്റെ മെത്തേഡുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പഠിക്കുക. ദർ ഇസ് ഒരു ഈസിയസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ് ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദീസ് മെത്തേഡ് ആണ് ബേസ്ഡ് ഓൺ അല്ലെ, ഈ മെത്തേഡ് എന്ത് അസംഷന്റെ ബേസിലാണ്? ഈക്വൽ യൂസേജ് ഓഫ് ദ അസറ്റ് ഓവർ എൻറ്റയർ യൂസ്ഫുൾ ലൈഫ് അല്ലെ. ഒരു അസറ്റ് നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ വർഷവും യൂസ് ചെയ്യുന്നത് ഒരേപോലെയാണ് എന്നുള്ള അസംഷന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. Okay, then it is called straight line for a reason. That is the amount of depreciation and corresponding time period is plotted on a graph. It will be a straight line. നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ടൈമും എന്താണ് ഒരു പ്ലോട്ട് ആയിട്ട് നമ്മൾ എന്തൊരു ഗ്രാഫിൽ ചാർജ് ചെയ്താൽ സ്ട്രെയിറ്റ് ലൈനാണ് കാണിക്കുക അല്ലെ, ഒരേ ഡിപ്രീസിയേഷൻ ആയിരിക്കും നമുക്ക് എല്ലാ വർഷവും ഉണ്ടാവുക. സോ അതാണ് ഇതെന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ നമുക്ക് ഓൾസോ കോൾഡ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയാം. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമൈൻ സെയിം, എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഓക്കെ, ഫിക്സ്ഡ് ആൻഡ് ഈക്വൽ എമൗണ്ട് ഈസ് ചാർജ്ഡ് എവരി ഇയർ. എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു മെത്തേഡാണ് ഇത് നമ്മൾ, അതായത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് അല്ലെ. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നോ ഫിക്സ്ഡ് പെർസെൻറ്റേജ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് എന്തിനെ പറയാം? നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെ പറയാം. നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കണം തിയറി ആയിട്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും നമുക്ക് പഠിക്കണം സ്ട്രെയിറ്റ് ലൈൻ്റെ. ഒന്നാമത് എന്താ, സിമ്പിൾ ആൻഡ് ഈസി ആണ്. പിന്നെയോ അസറ്റ് ക്യാൻ ബി ഡിപ്രീസിയബിൾ ടു സ്ക്രാപ്പ് വാല്യൂ വരെ അല്ലെങ്കിൽ 0 വരെ അസറ്റിന്റെ വാല്യൂ എത്തുന്നുണ്ട്. പിന്നെയോ സെയിം എമൗണ്ട് ആണ് എല്ലാ വർഷവും നമ്മൾ എന്താ ചാർജ് ചെയ്യുന്നത്. സോ ഈസി ആണ് കമ്പയർ ചെയ്യാൻ. പിന്നെയോ സ്യൂട്ടബിൾ ഫോർ അസറ്റ് വിത്ത് ഫിക്സ്ഡ് ലൈഫ് ആൻഡ് റെഗുലർ യൂസ് ഉള്ള ഫിക്സ്ഡ് ലൈഫുള്ള അസറ്റുകൾക്കാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ട് ആവുക. റെഡി. ലിമിറ്റേഷൻ മക്കൾ ശ്രദ്ധിച്ചോ.
ഗിവ് ഈക്വൽ ബെനിഫിറ്റ് ഫോർ എവരി ഇയർ അല്ലെ. ഈ എല്ലാ വർഷവും ഒരു അസറ്റ് ഈക്വൽ ബെനിഫിറ്റ് നൽകുന്നു എന്നുള്ള അസംഷനിൽ വർക്ക് ചെയ്യുന്നതാണ് SLM മെത്തേഡ് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷേ അതെന്താണ്, ഒരു നല്ല അസംഷൻ അല്ല ഒന്നാമത്തത്. ദെൻ ആസ് ടൈം പാസസ് അല്ലെ, സമയം കഴിയുന്നതിനനുസരിച്ച് എഫിഷ്യൻസി ഓഫ് ദ അസറ്റ് ഡിക്രീസസ് ആൻഡ് റിപ്പയർ കോസ്റ്റ് ഇൻക്രീസസ് അല്ലെ. വർഷം കഴിയുന്നതിനനുസരിച്ച് അസറ്റിന്റെ എഫിഷ്യൻസി കുറയുകയും റിപ്പയർ കോസ്റ്റ് കൂടുക ചെയ്യുക. അല്ലാണ്ട് എല്ലാ വർഷവും ഒരേ ഡിപ്രീസിയേഷൻ ആയിരിക്കുമോ? അല്ല, അത് ഓർത്തിരിക്കുക. എന്താ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എന്താണ് റിപ്പയർ എന്താണ് എല്ലാ വർഷവും എന്താണ് സെയിം അല്ല, റിമൈൻ ദ സെയിം. അത് നമുക്ക് തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാ വർഷവും എന്തെന്ന് സെയിം ആയിട്ട് ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് മക്കൾ ഓർത്ത് വെക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തെന്താ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് അല്ലെ. അസറ്റിന്റെ ബുക്ക് വാല്യൂലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ആ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ. സിൻസ് ദ ബുക്ക് വാല്യൂ കീപ് ഡിക്രീസിംഗ് ദ ചാർജിങ് ഡിപ്രീസിയേഷൻ ഈച്ച് ഇയർ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെ. എല്ലാ വർഷവും ബുക്ക് വാല്യൂവിൽ ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ച് നമ്മൾ കാണിക്കും. സോ എന്താണ് അതിനെ നമുക്ക് എന്തും പറയാം, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നും പറയാം. ഓക്കെ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനും നമുക്ക് എന്താ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും നോക്കാണ്ട്. അഡ്വാൻറ്റേജ് എന്താ, ഇത് റിയലിസ്റ്റിക് അപ്രോച്ചാണ്. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട അപ്രോച്ച് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. പിന്നെയോ ബാലൻസ്ഡ് കോസ്റ്റ് അല്ല, ഡിപ്രീസിയേഷൻ പ്ലസ് റിപ്പയർ എക്സ്പെൻസ് സ്റ്റേ മോർ ഓർ ലെസ്. നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ കൂടി വരും, റിപ്പയർ കുറഞ്ഞ് പോകും എന്താണ്. അല്ലെങ്കിൽ എന്താണ് ഡിപ്രീസിയേഷൻ കുറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ റിപ്പയർ കൂടി പോകും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. പിന്നെയും അക്സെപ്റ്റഡ് ഫോർ ടാക്സിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. പിന്നെയും പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഒബ്സലൻസസ് അല്ലെ, പെട്ടെന്ന് എന്താ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നതിനെതിരെ ഇതൊന്ന് രക്ഷിക്കുന്നുണ്ട്. അതായത് ആദ്യ വർഷം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക ഈ മെത്തേഡിലാണ്. പിന്നെയോ ഗുഡ് ഫോർ ലോങ് ലാസ്റ്റിംഗ് അല്ലെ, കുറേ കാലം നിലനിൽക്കുന്ന കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജും ഓർത്ത് വെക്കുക. ദെൻ ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ, അസറ്റ് വാല്യൂ നെവർ ബിക്കം സീറോ. അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് സീറോയിൽ എത്തുന്നില്ല. പിന്നെയോ ഹാർഡ് ടു ചൂസ് റൈറ്റ് അല്ലെ, റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ വർഷവും ബുക്ക് വാല്യൂയിൽ നിന്നും കുറച്ചാണ് നമ്മൾ എന്താക്കുക എമൗണ്ട് കണ്ടുപിടിക്കുക. ദെൻ ലാസ്റ്റ് മക്കൾ എന്താ ഈ ഒരു കോളം പഠിച്ചു വയ്ക്കുക, ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന ഈ ഒരു ടേബിൾ. ഓക്കെ, അതിൽ ഡിപ്രീസിയേഷൻ എങ്ങനെ ചാർജ് ചെയ്യുന്നു നമുക്കറിയാം. ഒറിജിനൽ കോസ്റ്റിലും ബുക്ക് വാല്യൂലാണ്. പിന്നെയോ ഇവിടെ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകുക, ഫിക്സ്ഡ് ആണ്. ഇവിടെയോ അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ എങ്ങനെയാണ് റിപ്പയർ ആണ് ഡിപ്രീസിയേഷൻ തമ്മിലുള്ളത്. ഇവിടെ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ഈക്വൽ ആയിരിക്കും, റിപ്പയറിൽ ചേഞ്ച് വരും. ഇവിടെയോ ഓൾമോസ്റ്റ് എല്ലാം രണ്ടും ഈക്വൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെയോ ടാക്സിന് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഏതാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഏതാണ് റിട്ടേൺ ഡൗൺ ആണ്. ദെൻ സ്യൂട്ടബിലിറ്റി അല്ലെ, നമുക്ക് എന്താ ഫിക്സ്ഡ് യൂസ് ഉള്ള ടൈപ്പ് അസറ്റുകൾക്കാണ്, ഇതോ ലോങ് യൂസ് ഉള്ള അസറ്റുകൾക്കാണ് സ്യൂട്ടബിൾ. ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ ഒരു ടേബിളും പഠിച്ചു വെച്ചിരിക്കണം. ഇനി പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചേ, പ്രോബ്ലത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ കാര്യമാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ പ്രോബ്ലം. അതായത് ഒരു അസറ്റ് വാങ്ങി ആ ഒരു അസറ്റ് ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ആദ്യം അറിയാലോ, നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ അസറ്റ് വാങ്ങിയ ജേണൽ എൻട്രി എഴുതുന്നു. അതാ അസറ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഓക്കെ, എത്രയ്ക്ക് വാങ്ങി നമ്മൾ കാണിക്കുന്നു. പിന്നെയോ അതിനെന്തെങ്കിലും എക്സ്ട്രാ ഇൻസ്റ്റാളേഷൻ ചാർജോ ട്രാൻസ്പോർട്ടേഷൻ ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നോക്കിയേ, അതും നമ്മൾ സെയിം ജേണൽ എൻട്രിയിലാണ് കാണിക്കുക. അത് അവിടെ നോക്ക്, സൽമാൻ ആൻഡ് ഉസ്മാൻ അല്ലെ മിഷനറി വാങ്ങി എത്രയ്ക്ക് 70,000 സ്പെൻഡ് 5,000 ഇൻസ്റ്റാളേഷൻ. അത് രണ്ടുമാണ് നമ്മൾ ഈ സെയിം ജേണൽ എൻട്രിയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ, സെറ്റ്. ഇനി ആ വർഷം ലാസ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും അല്ലെ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്. ഓക്കെ, പിന്നെയോ അതേ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിപ്രീസിയേഷനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രിയും കാണിക്കും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രീസിയേഷൻ, ആ സെയിം ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, ഇനിയോ ആ വർഷം കഴിഞ്ഞു, സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ആ അസറ്റിന് വീണ്ടും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. റെഡിയോ? പിന്നെയോ ആ ഒരു ഡിപ്രീസിയേഷനെ നമ്മൾ എന്താക്കുന്നു, ആ വർഷത്തെ ഡിപ്രീസിയേഷനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയേ ചെയ്യുള്ളൂ. ജേണൽ എൻട്രിയിൽ ഇതേ നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളൂ. അസറ്റ് വാങ്ങുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുന്നത്. ഓക്കെ, സെറ്റ്. ഇനി മെഷീനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, എന്താ ആദ്യം തന്നെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്താ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അസറ്റ് വാങ്ങുന്നത് കാണിക്കുക.
ഓക്കെ, പിന്നെയോ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ബാലൻസ് ചെയ്തിരുന്നു, ബാലൻസ് ഇറക്കിയിടുന്നു. യെസ്, എന്താ ആ വർഷം അടുത്ത വർഷം എന്താ നമ്മൾ വീണ്ടും അതിന്റെ അടുത്ത ഡിപ്രീസിയേഷൻ കാണുന്നു, ബാലൻസ് ചെയ്തിടുന്നു അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് നമുക്കറിയാം എന്താണ്, യെസ് എല്ലാ വർഷവും സെയിം ആണ് അല്ലെ, സെയിം ഡിപ്രീസിയേഷൻ ആണ് വരിക. ഫസ്റ്റ് വർഷത്തിൽ ഇതാ 3750 വന്നത്. അതെന്തുകൊണ്ടാ ദേ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ പകുതി എന്നാണ് വാങ്ങിയിട്ടുള്ളത് അല്ലെ. എപ്പോഴാണ് വാങ്ങിയിട്ടുള്ളത്? ജൂലൈ എന്നാണ് വാങ്ങിയിട്ടുള്ളത് അല്ലെ, ജൂലൈയിലാണ് വാങ്ങിയിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാ കണ്ടത്? 75,000ന്റെ 10 ഇൻറ്റു 6 മാസത്തേക്ക് കണ്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെയോ അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫുള്ള് കാണും അല്ലെ, അതായത് 75,000ന്റെ 10% കാണും. അപ്പോൾ 7,500 റെഡി. അപ്പോൾ 7,500 ആയിരിക്കും നമ്മളെ ഫിക്സ്ഡ് ആയിട്ട് പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ. സെക്കൻഡ് ഇയറിൽ 7,500, ദെൻ ലാസ്റ്റ് ഇയറിലും 7,500. അപ്പോൾ സെയിം ഡിപ്രീസിയേഷൻ തന്നെ ഇതുപോലെ ചാർജ് ചെയ്ത് നമ്മൾ പോകുന്ന മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സെറ്റ്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, യെസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. എന്താ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ എന്താ ഡിപ്രീസിയേഷൻ കുറച്ച് കൊണ്ടുവരും അല്ലെ. അവിടെ 1,00,000ന്റെ അസറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. യെസ് എത്രയാ? 20% ഡിപ്രീസിയേഷൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിൻ്റെ കാണാം. ഇവിടെ ശ്രദ്ധിച്ചോ, ജേണൽ എൻട്രി ഒക്കെ നേരത്തെ പോലെ തന്നെ 1,00,000ത്തിന് വാങ്ങി, ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു, ആ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. ജേണൽ എൻട്രി ഒക്കെ സെയിം തന്നെ. യെസ് അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 1,00,000ത്തിന് വാങ്ങി, ഡിപ്രീസിയേഷൻ നോക്കുക. ആദ്യത്തെ വർഷം നമുക്കറിയാം പകുതി എന്നാണ് അല്ലെ വാങ്ങുന്നത്. നോക്കിക്കേ, നമുക്ക് ഏത് മാസം? ഒക്ടോബറിലാണ് വാങ്ങുന്നത്. അപ്പോൾ ഒക്ടോബർ തൊട്ടിട്ട് എപ്പോഴാണ്? മാർച്ച് 31 വരെയുള്ള മാസം, അതായത് 6 മാസത്തെ ഡിപ്രീസിയേഷനെ നമുക്ക് കാണുള്ളൂ. സോ അതുകൊണ്ട് 1,00,000ന്റെ 20 6/12 അല്ലെ, 10,000 വന്നു. സെറ്റ്. അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കോ മക്കള്, നമ്മുടെ ടോട്ടൽ എത്ര അസറ്റിന്റെ വാല്യൂ? 1,00,000 അല്ലെ. 1,00,000ത്തിൽ നിന്നും 10,000 കുറച്ച എമൗണ്ട് എത്ര? 90,000 കണ്ടല്ലോ. ആ 90,000ത്തിനാണ് നമ്മൾ എന്താക്കുക? അടുത്ത വർഷം ഡിപ്രീസിയേഷൻ കാണുക അല്ലെ. എത്ര വരുന്നു നോക്കിക്കുക? 18,000 വരുന്നു. ഓക്കെ, അപ്പൊ 18,000 കുറച്ചപ്പോൾ എത്രയായി? നമ്മുടെ അസറ്റിന്റെ വാല്യൂ 72,000 ആയി. അപ്പൊ അടുത്ത വർഷം ആ 72ലാണ് നമ്മൾ എന്ത് കാണുക? കണ്ടോ, ഡിപ്രീസിയേഷൻ കാണുക. ഇങ്ങനെ കുറഞ്ഞു വരുന്ന അസറ്റിന്റെ ബുക്ക് വാല്യൂവിലാണ് നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കാണുക. ഈ മെത്തേഡാണ് ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മനസ്സിലായില്ലേ? സെറ്റ്. അത് ഓർത്ത് വെക്കുക. റെഡി. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ജേണൽ എൻട്രി ചെയ്താറുണ്ടല്ലോ അല്ലെ. എന്താണ്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രിയും ആ ഡിപ്രീസിയേഷനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി നമ്മൾ ചെയ്താറുണ്ടല്ലോ അല്ലെ. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക. യെസ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് ഏതാണ് നമ്മൾ വാങ്ങിയ അസറ്റ്, ഡിപ്രീസിയേഷൻ എമൗണ്ട് കൊടുക്കും. പിന്നെയോ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ആ സെയിം ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കും. ഇതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇതാ നോക്കിക്കേ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഡെബിറ്റ് സൈഡിൽ അസറ്റ് വാങ്ങി അതിന്റെ ഡിപ്രീസിയേഷൻ കാണിച്ചു. എന്നിട്ടോ ക്രെഡിറ്റ് സൈഡിലോ ആ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുന്നതും സെയിം എമൗണ്ട് എന്നിട്ട് കാണിക്കും. എന്നിട്ടോ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇറക്കിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. എല്ലാ വർഷവും ഇതുപോലെ അസറ്റിന്റെ പേരും കാണിക്കും, ഡിപ്രീസിയേഷൻ കാണിക്കും. ആ ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതാണ് ഇത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ ചില കേസിൽ എന്തെന്താ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് ചാർജ് ചെയ്യാതെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒരു അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യൂ എന്ന് പറയും. എന്താ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്? നമുക്കറിയാം നമ്മളെന്താ നേരത്തെ ഒക്കെ പഠിച്ചത് എങ്ങനെയാ? അസറ്റ് അക്കൗണ്ടിൽ തന്നെ നോക്കിയേ, നമ്മൾ പ്രിപ്പയർ ചെയ്ത അസറ്റ് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നെ ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? യെസ്. എന്നാൽ നിങ്ങളോട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അസറ്റ് അക്കൗണ്ടിലല്ല, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് കാണിക്കുക? ഡിപ്രീസിയേഷൻ കാണിക്കുക എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അതായത് അസറ്റ് വാങ്ങി നോക്കിക്കേ, അസറ്റ് വാങ്ങിയതാ ഇത് മെഷീനറി അക്കൗണ്ടും അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ്. അസറ്റ് വാങ്ങിയത് നമ്മളവിടെ കാണിക്കും അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. നേരത്തേലൊക്കെ നമ്മൾ അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് തന്നെയായിരുന്നു ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന കേസിൽ നിങ്ങൾ എവിടെയാ ഡിപ്രീസിയേഷൻ കാണിക്കുക? അസറ്റ് അക്കൗണ്ടിലാണോ? അല്ല, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ. ഫസ്റ്റ് വർഷത്തെ
ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതി. എന്നിട്ടോ ബാലൻസ് ചെയ്യുന്നു 8,500 അടുത്ത വർഷത്തേക്ക് ഇറക്കിയിടുന്നു. സെക്കൻഡ് വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ അവിടെ കാണിക്കുന്നു, അത് രണ്ടും കൂട്ടുന്നു, ബാലൻസ് ചെയ്യുന്നു, അടുത്ത വർഷത്തേക്ക് ഇറക്കിയിടുന്നു. അങ്ങനെ ഡിപ്രീസിയേഷൻ മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ അസറ്റ് അക്കൗണ്ടിലോ നമുക്കൊന്നും റെക്കോർഡ് ചെയ്യാനല്ല, അസറ്റ് വാങ്ങിയത് മാത്രം റെക്കോർഡ് ചെയ്യുന്നു, ആ എമൗണ്ട് തന്നെ എടുത്തിപ്പുറത്തേക്ക് ഇടുന്നു, ബാലൻസ് ചെയ്യുന്നു, ആ എമൗണ്ട് തന്നെ വീണ്ടും എടുത്തിടുന്നു, ബാലൻസ് ചെയ്യുന്നു. അങ്ങനെ അസറ്റ് അക്കൗണ്ടും എല്ലാ വർഷവും സെയിം എമൗണ്ട് വെച്ച് തന്നെ പോകും. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി സാധാ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, അസറ്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് അസറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എത്രയാണ്, ദെൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റുന്നത് നമ്മൾ കാണിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നു, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നു. ഇനിയോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, അതാണ് നമ്മൾ ഈ പറഞ്ഞത്. അസറ്റിന് വേറെ അസറ്റ് വാങ്ങിയത് മാത്രം കാണിക്കാൻ ഒരു അക്കൗണ്ട്, അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ മാത്രം കാണിക്കാൻ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്ന കേസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് നോക്കിക്കേതാ. കഴിഞ്ഞതിലൊക്കെ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ് എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ജേർണൽ എൻട്രി മാറും. എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നാവും. എന്താവും? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നാവും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സെറ്റ്? റെഡി? അങ്ങനെയെങ്കിൽ അവസാനം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതല്ല, അതിൻ്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്. അസറ്റിന്റെ സെയിലും പർച്ചേസും പഠിച്ചു വെക്കുക അല്ലെ. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെന്താ അസറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാറുണ്ടല്ലോ അല്ലെ. ഇനി ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അസറ്റ് വിൽക്കുമ്പോൾ ഒന്നുമില്ല, അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞല്ലേ റെക്കോർഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ അസറ്റ് വിൽക്കുമ്പോൾ ഇതവിടെ ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ നമുക്കൊരു കാര്യം നോക്കാം, അതവിടെ ശ്രദ്ധിച്ചോ മക്കള്. ഇതാ നോക്കിയേ, നോക്കിയേ, ജൂലൈ 1, 2015 പ്ലാന്റ് പർച്ചേസ് ചെയ്ത ഫസ്റ്റ് വാങ്ങിയ 2014 വാങ്ങിയ പ്ലാന്റ് അല്ലെ, അത് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ സോൾഡ് ചെയ്തു. കണ്ടോ, 12,500 നമ്മൾ വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിൽപ്പന നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് മക്കൾ നോക്കിക്കോട്ടോ. ഇത് നമ്മുടെ പ്ലാന്റ് അക്കൗണ്ട്, ഐ മീൻ അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ടിന്റെ കണ്ടോ ക്രെഡിറ്റ് സൈഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമെങ്കിൽ അല്ലെ, അത് വിൽക്കുമ്പോൾ നമ്മൾ എന്താക്കുന്നു, ക്രെഡിറ്റ് സൈഡിൽ എന്താ കണ്ടോ ക്യാഷ്, ഐ മീൻ ക്യാഷ് ഓർ ബാങ്ക് അല്ലെ, പൈസ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. 12,500 നമ്മൾ വിറ്റു. എന്നിട്ടോ അത് വിൽക്കുന്നത് വരെ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു അസറ്റ് ഇപ്പോൾ ജൂലൈ അല്ലേ വിറ്റത്, ജൂലൈയിലല്ലേ വിറ്റിട്ടുള്ളത് അല്ലെ. നോക്കി അവിടെ പറഞ്ഞിട്ടുണ്ട് ജൂലൈ ആണ് വിറ്റിട്ടുള്ളത് അല്ലെ, ജൂലൈയിലാണ് വിറ്റിട്ടുള്ളത്. അപ്പം ജൂലൈ വരെ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എന്താക്കുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നോക്കിയേ, ജൂലൈ വരെയുള്ള ഡിപ്രീസിയേഷൻ കണ്ടല്ലോ. സെക്കൻഡ് ഇയറിൽ 18,000 ആയിരുന്നു അതിന്റെ ബുക്ക് വാല്യൂ. ആദ്യത്തെ വർഷം ഇത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത് അല്ലെ. ആദ്യത്തെ വർഷം 20,000 ഉണ്ടായിരുന്നെങ്കിൽ ആ വർഷത്തെ 2,000 ആണ് ഡിപ്രീസിയേഷൻ. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ 20,000 2,000 വെച്ചാൽ 18,000 ഉള്ളൂ. അപ്പൊ 18,000ന്റെ 10% ജൂലൈയിൽ വിൽക്കുന്നുണ്ട്, 6 മാസവും കണ്ടു. എത്രയാണ് ഡിപ്രീസിയേഷൻ? 900 അല്ലെ. അതാണ് നമ്മൾ കാണിച്ചത്, വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ കാണിച്ചു. ഇനി നോക്കിയേ, ഈ ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഇത് നോക്കിയോ, 18,000 ഉള്ളതിന്റെ ആ വർഷത്തെ വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ എത്രയാ? 900 ആണ് അല്ലെ. അപ്പം 18,000 900 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 17,100 കിട്ടി അല്ലെ. അപ്പൊ ഈ 17,100 വാല്യൂ ഉള്ള അസറ്റ് നമ്മൾ എത്രയ്ക്കാ വിറ്റത്? 12,500 വിറ്റത്. അപ്പൊ നമുക്ക് 4,600 എന്താ ലോസ് അല്ലേ, നഷ്ടമല്ലേ? ആ നഷ്ടം നമ്മൾ ഇവിടെ കാണിക്കും, അസറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ഇനി അത് പ്രോഫിറ്റ് ആണെങ്കിലോ നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കും. അത്രയേ ഉള്ളൂ. സെറ്റ് അല്ലേ? പരിപാടി കഴിഞ്ഞില്ലേ? പിന്നെ അത് മറ്റേ ബാക്കിയുള്ള അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണുന്നു, ബാലൻസ് ചെയ്തിടുന്നു. ഇതാണ് പരിപാടി. ഓക്കെ, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുകയെങ്കിൽ അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ നോക്കിയോ അസറ്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ആദ്യം എത്ര പൈസയ്ക്കാണ് വിറ്റത്, പിന്നെയോ വിൽക്കുന്നത് വരെയുള്ള ഡിപ്രീസിയേഷൻ കാണിക്കും, പിന്നെയോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. പരിപാടി കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ. അസറ്റിന്റെ സെയിൽ നിങ്ങൾ കാണിക്കാൻ. ഓക്കെ, അസറ്റിന്റെ സെയിൽ കാണിക്കാൻ, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന ജേർണൽ എൻട്രി എന്തായിരുന്നു? നോക്കിയേ, മെഷീനറി അക്കൗണ്ട് അപ് ടു ബാങ്ക് ആയിരുന്നു അല്ലെ. അത് സെയിൽ ആകുമ്പോൾ എന്താവും? നേരെ തിരിയും.
തിരിയും. അതുകൊണ്ടാണ് മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താകുന്നത് വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി ഒരു അസറ്റ് ഡിസ്പോസബിൾ അക്കൗണ്ട് ആണ്. അതായത് ഇപ്പം നമ്മൾ എന്താ അസറ്റ് വിറ്റത് നമ്മുടെ അസറ്റ് അക്കൗണ്ടിൽ തന്നെ കാണിച്ചു അല്ലെ, അസറ്റ് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചല്ലോ അല്ലെ. ചില കേസിൽ നിങ്ങളോട് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറയും? അസറ്റ് ഡിസ്പോസബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഡിസ്പോസൽ അക്കൗണ്ട്, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത്ര മാത്രം വിൽക്കുന്നതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വിൽക്കുന്നത് മുൻപത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ നമ്മൾ എവിടെയാ കാണിച്ചിട്ടുണ്ടായിരുന്നത്? അസറ്റ് അക്കൗണ്ട് തന്നെ കാണിച്ചു അല്ലെ. പക്ഷേ ഇതാ ഇങ്ങനെ വിറ്റ കേസുകൾ അല്ലെ, വിറ്റ കാര്യങ്ങൾ നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ കാണിച്ചത് മാറ്റി സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിൽ കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയാ. അത് സിമ്പിൾ ആണ്. ഇതാ നോക്കിക്കോ, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാൻ സാർ കാണിച്ചു തരാം. യെസ്, ദാ 1 സെക്കൻഡ്. യെസ്, ദാ നോക്കിക്കോ, നമുക്കിതാ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ഓക്കെ, യെസ്, ദാ നോക്കിക്കോ. യെസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ സാർ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ദാ നോക്കിക്കോ. On July 2014, a part of machinery purchased on January 1st, 2012 for 80,000 was sold 45,000. കണ്ടല്ലോ, നമ്മൾ ആദ്യം വാങ്ങിയിട്ടുള്ള അസറ്റിലെ പർച്ചേസ് ജനുവരി 1, 2012 വാങ്ങിയ അസറ്റിന്റെ, അതായത് 12 ലക്ഷത്തിന് വാങ്ങിയ അസറ്റിൽ 80,000 വില വരുന്ന അസറ്റ്. 80,000 ഇതിന്റെ ഒരു പാർട്ട്, ഒരു 80,000 രൂപ വില വരുന്ന ഒരു പാർട്ട് നമ്മൾ 45,000 വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അപ്പൊ ഈ വിൽപ്പന കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഡിസ്പോസൽ അക്കൗണ്ട്. എങ്ങനെയാണ് ഡിസ്പോസൽ അക്കൗണ്ട് ചെയ്യാൻ സാർ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഇതാ നോക്കിയേ, ആദ്യം ഡിസ്പോസൽ അക്കൗണ്ട് വരയ്ക്കുക. അതിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എന്താ ഡേറ്റ്, വിൽക്കുന്ന ഡേറ്റ് എഴുതി വെച്ചിട്ട് അസറ്റല്ലേ വിൽക്കുന്ന, ഏത് അസറ്റാ? ഇവിടെ മെഷീനറി ആയതുകൊണ്ട് മെഷീനറി. എത്ര രൂപേന്റെ മെഷീനറിയാ നമ്മൾ പറഞ്ഞു അല്ലെ? എത്രയാ? 80,000 രൂപേന്റെ മെഷീനറി അല്ലെ. 80,000 രൂപേന്റെ മെഷീനറിയാണ് വിൽക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് കാണിക്കുക, 80,000. സെറ്റ്. ഇനിയോ നേരെ ക്രെഡിറ്റ് സൈഡ് പോയിട്ട് ഇതാ ബാങ്ക് ഓർ ക്യാഷ് വെച്ചിട്ട് എന്ത് കാണിക്കുക? എത്രയ്ക്കാണ് നമ്മൾ വിറ്റിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 45,000 വിറ്റിട്ടുള്ളത്. കണ്ടോ, സെക്കൻഡ് എന്താ ബാങ്ക് ഓർ ക്യാഷ് വെച്ചിട്ട് എത്രയ്ക്കാണ് വിറ്റിട്ടുള്ളത് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. റെഡി. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കാണിക്കുക. എന്താ? അത് വിൽക്കുന്നത് വരെ ആ ഒരു അസറ്റിന്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക. സിമ്പിൾ. റെഡി. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇതാ നോക്കിക്കോ. ആദ്യത്തെ വർഷം നമ്മൾ 80,000 അസറ്റാണ്. ആദ്യത്തെ വർഷം 10%, 8,000. സെക്കൻഡ് വർഷം വീണ്ടും 10%, വീണ്ടും 8,000. തേർഡ് അതായത് വിൽക്കുന്ന വർഷം നോക്കുക, 80,000 10%, 6/12, അതായത് 6 മാസത്തെ. ജൂലൈയിലല്ലേ വിൽക്കുന്നത്, അതുകൊണ്ട് 6 മാസം, അപ്പോൾ 4,000. അപ്പൊ ടോട്ടൽ വിൽക്കുന്ന വരെയുള്ള ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാ? 20,000. റെഡി. അത് നമ്മൾ എന്താക്കി? ഇതാ നോക്കിയേ, ഡിപ്രീസിയേഷൻ കാണിച്ചു. റെഡി. ഓക്കെ, ദെൻ ലാസ്റ്റ് നമുക്ക് എന്താ അങ്ങോട്ട് ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. 80,000 ഇവിടെ വരുന്നു. ദെൻ 80,000 നേരെ എടുത്തിട്ടു ബാങ്കും പ്രൊവിഷൻ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക 15,000 അല്ലെ. അപ്പൊ ഡെബിറ്റ് ബാലൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഇത് ലോസ് ആണ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നതെങ്കിലോ അത് പ്രോഫിറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ നിന്ന് മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട്. റെഡി. അപ്പൊ ഇത്രയാണ് പ്രോബ്ലത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഡിസ്പോസൽ അക്കൗണ്ട് ചെയ്യാൻ പഠിക്കുക. പിന്നെയോ ഒരു സെയിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക. പിന്നെയോ ഇതാ നോക്കിക്കുക, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരുന്ന കേസിൽ എങ്ങനെയാ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും പഠിക്കുക. പിന്നെയോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും മക്കളൊന്ന് പഠിക്കുക. റെഡി. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ one second. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രൊവിഷൻ ആൻഡ് റിസർവിനെ കുറിച്ചാണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. സിമ്പിൾ ആയിട്ട് പഠിക്കാം. സോറി, പ്രൊവിഷൻ. റിസർവ് എന്ന് പറഞ്ഞാൽ അറിയാലോ. എന്താണ്? Sometimes a business keep aside a part of the profit used in the future. അല്ലെ, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ എന്താക്കുന്നു? ഭാവിയിലേക്ക് മാറ്റി വെക്കാറുണ്ടല്ലോ. അതിനെ നമ്മൾ എന്താ പറയാ? റിസർവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ this amount is called reserve. Then unlike provision അല്ലെങ്കിൽ reserve are not for many losses or expenses. ഇതെന്താണ്? ഒരു ലോസ്, ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസിനെതിരെ അല്ലെങ്കിൽ ഒരു ലോസിനെതിരെ ഒക്കെ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഐറ്റമാണ്. അപ്പം റിസർവിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം അതിന്റെ creating reserve does not reduce profit as an expense, but it reduce the profit available to owner. അല്ലെ, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്ന പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓണർക്ക് കിട്ടേണ്ട പ്രോഫിറ്റിന്റെ അവൈലബിലിറ്റി അത് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ബാലൻസ് ഷീറ്റിൽ റിസർവ്
ഓക്കെ, ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡിലാണ് റിസർവ് കാണിക്കുക. ദെൻ ഈ റിസർവിന്റെ കുറച്ച് എക്സാമ്പിൾ, ജനറൽ റിസർവ്, വർക്ക്മാൻ കോമ്പൻസേഷൻ, ക്യാപിറ്റൽ റിസർവ്, കുറച്ച് എക്സാമ്പിളും മക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. റെഡി? യെസ്. ദെൻ യെസ്, പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട കാര്യം പ്രൊവിഷനും റിസർവ്. യെസ്, പ്രൊവിഷൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. യെസ്, പ്രൊവിഷൻ എന്താണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംടൈംസ് എ ബിസിനസ് നോ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ടു സ്പെൻഡ് മണി ഫോർ ഫേസ്ഡ് ലോസ് ഇൻ ഫ്യൂച്ചർ. അല്ലെ, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാവുന്നതിനെതിരെ നമ്മൾ എന്താക്കുന്നു, ഒരു എമൗണ്ട്, അല്ലെ, നമ്മളെന്താ, ബട്ട് ദ എക്സാക്ട് എമൗണ്ട് നോട്ട് യെറ്റ് നോൺ, സച്ച് എക്സ്പെൻസസ് ഓർ ലോസസ് ബിലോങ് ടു കറന്റ് ഇയർ, സോ വി മേക്ക് എൻ എസ്റ്റിമേഷൻ. അല്ലെ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ലോസ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അതിൻ്റെ എസ്റ്റിമേഷൻ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കുന്നു. അതിനെ എന്ത് പറയാം? പ്രൊവിഷൻ. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇത് പ്രോഫിറ്റിൽ നിന്നല്ല, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മാറ്റി വെക്കാം. അതാണ് എന്തെന്ന് യെസ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പം യെസ്, പ്രൊവിഷനും നിങ്ങൾക്ക് ഇതാ കുറച്ച് എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ്, ടാക്സേഷന് വേണ്ടിയിട്ടുള്ള അല്ല ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ പ്രൊവിഷൻ എക്സാമ്പിൾ ആണ്. ദെൻ ഈ പ്രൊവിഷൻ വർക്ക് ചെയ്യുന്നത് യെസ് കൺസർവേറ്റിസം മെക്കാനിസം വർക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ, എന്താണ് കൺസർവേറ്റിസം മെക്കാനിസം? ഭാവിയിൽ ഒരു ലോസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം നമ്മൾ ബിസിനസ് നടത്തേണ്ടത് അല്ലെ. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുക. യെസ്, നമ്മളെ പ്രൊവിഷൻ എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുക. ഓർത്തോളാം. റെഡി? അപ്പം പ്രൊവിഷനും യെസ് ലാസ്റ്റ് നമ്മുടെ റിസർവും നിങ്ങൾ ഓർത്ത് വെക്കണം. ദെൻ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ്. ഓക്കെ, സോഴ്സ് ഓഫ് ക്രിയേഷൻ, പർപ്പസ്, യൂസേജ്, ഇത് എന്താണ്? ഈ ഒരു ടേബിൾ മക്കൾ ഇതേപോലെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, റിസർവ് ആൻഡ് പ്രൊവിഷന്റെ കേസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പോവുക. ഡിപ്രീസിയേഷൻ ആൻഡ് പ്രൊവിഷനിൽ ആ ഒരു സാറ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിന്റെ ആ എല്ലാ കാറ്റഗറിയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല മാർക്ക് തന്നെ നമുക്ക് കിട്ടും. സെറ്റായിട്ട് നോക്കി പോവുക. ഓക്കെ അല്ലേ? ബൈ.